നമസ്കാരം, സുമസാറാണ്. നമ്മുടെ +1 +2 കുട്ടികൾ ആകെ കൺഫ്യൂഷനിലാണ്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ 1-2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളെല്ലാവരും കണ്ടുണ്ട്. പല സബ്ജക്റ്റിന്റെ, പ്രത്യേകിച്ച് മാത്സിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ ആകെയൊക്കെ ടഫായിട്ട് വരികയും എന്തൊക്കെ ഒരു മാറ്റം വരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ അതേ ക്വസ്റ്റ്യൻസുകൾ വരുന്നുമില്ല, ചില ക്വസ്റ്റ്യൻസുകളൊക്കെ മാറ്റം വരുന്നുണ്ട്. അപ്പൊ അവർക്ക് 1-2 വർഷത്തിന് മുമ്പുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളൊക്കെ നോക്കി പഠിക്കുന്നവർക്കാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ അതേപടി വന്നേക്കുന്ന ക്വസ്റ്റ്യൻസുകളാണ്. അപ്പൊ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ 1-2 വർഷങ്ങളിലെ ക്വസ്റ്റ്യനും അതുപോലെ നമ്മുടെ ഈയിടെ നടന്ന ഓൺ എക്സാം അല്ലെങ്കിൽ ക്രിസ്മസ് എക്സാം അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസുകൾ കാണുമ്പോൾ ഇത് എവിടത്തേക്ക് ക്വസ്റ്റ്യൻ ആണെന്നും ഇനി ഇങ്ങനെയൊക്കെയാണോ എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്നതെന്നൊക്കെ ഉള്ള ആകെ ഒരു പേടിയുണ്ട്. എന്തൊക്കെയോ ഒരു സംശയങ്ങളും എല്ലാം ഉണ്ട്. അതിനെ ഒരു പേരുണ്ട്, ആശങ്കപ്പെടുത്തുക എന്നുള്ളതാണ്. ആ വേടെന്ന് ചിലപ്പോൾ കുട്ടികൾക്കൊന്നും അറിയണമെന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ മനസ്സിൽ. അപ്പൊ എൻ്റെ ഒരു അഭ്യർത്ഥന വിദ്യാഭ്യാസ വകുപ്പിനോടുള്ളത്, ഇപ്പൊ വരാൻ പോകുന്ന ഈ എക്സാം 2025 ഇപ്പോഴത്തെ മാർച്ച് എക്സാം വരുന്ന +1 +2 എക്സാം ഏത് തരത്തിലാവും എന്നുള്ളതിനെ കുറിച്ച് ഒരു ക്ലൂ, അതിനെക്കുറിച്ച് എന്തെങ്കിലും 2 വാക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നെങ്കിൽ ഉറപ്പായിട്ടും ആ കുട്ടികൾക്ക് ഒരു ആശ്വാസവും, ക്വസ്റ്റ്യൻ ടഫാണെന്നങ്ങ് പറഞ്ഞുതരാം, കുഴപ്പമില്ല, അതിനനുസരിച്ച് അവർക്ക് പ്രിപ്പയർഡ് ആവുമല്ലോ. ഇതിപ്പോ ഒന്നുമേ അറിയാൻ വയ്യാതെ നമ്മൾ കൂടുതൽ പഠിക്കണോ അതോ പഴയ പോലൊക്കെ പഠിച്ചാൽ മതിയോ, ഇനി എക്സ്ട്രാ പഠിക്കണമെങ്കിൽ ഏതൊക്കെ രീതിയിൽ കൂടെ വരെ ഒന്ന് പഠിക്കണം എന്നൊക്കെയുള്ള ഒരു ധാരണ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ ഒരു ക്ലൂ കിട്ടണം. കാരണം ഇപ്പൊ ഞാനിപ്പോ പഠിപ്പിക്കുന്ന ഒരാളാണ്, നമ്മുടെ +1 +2 എല്ലാം പഠിപ്പിക്കുന്ന ഒരാളാണ്. പക്ഷെ അതിന്റെ വെച്ചുകൊണ്ട് നമുക്കിപ്പോ കൂടുതൽ പഠിപ്പിക്കാൻ കയ്യിൽ ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിലും ഏതുവരെ പഠിപ്പിക്കണമെന്നും എന്നുള്ളതിനെ കുറിച്ച് മീൻസ് ഇത്തിലൂടെയൊക്കെ ഒന്ന് കൂടുതൽ പഠിപ്പിക്കണമെങ്കിൽ തന്നെ ഏതൊക്കെ റേഞ്ച് വരെ പോകാൻ പറ്റും, ഏതൊക്കെ ചാപ്റ്റർ, എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടിയാൽ നമുക്ക് അതിനനുസരിച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. അതിനനുസരിച്ച് കുട്ടികൾ അവര് തയ്യാറാണ്. പക്ഷെ അതിന് അനുസരിച്ച് അവർക്കൊന്ന് ഉറപ്പ് കിട്ടണം, ക്വസ്റ്റ്യൻ ഇത്തിരി മാറ്റം വരും എന്നുള്ളൊരു രീതിക്കുള്ള ഒരു മാറ്റം വരും എന്നുള്ളതിനെ കുറിച്ച് ധാരണ കിട്ടിയാൽ ഉറപ്പായിട്ടും അവർ പഠിക്കാൻ തയ്യാറാണ്. ഇതെല്ലാവരും മാക്സിമം എല്ലായിടത്തോട്ടും ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇപ്പോഴത്തെ കുട്ടികൾ എന്താ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ പഠിക്കുന്നതൊക്കെ ഇപ്പൊ നമ്മുടെ ക്രിസ്മസ് എക്സാം ഒക്കെ വന്നു, ആകെ തരിപ്പണമായിട്ടുണ്ട്. പല +1 +2 ഏകദേശം ഒരു 80% കുട്ടികളും തരിപ്പണമായി കിടക്കുക. മീൻസ് അവരുടെ മാർക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർ തന്നെ എഴുന്നേറ്റ് ഓടും. ഇതൊക്കെ എന്റെ മാർക്ക് ആണോടാ, വേറെ വല്ലവരുടെ ആണോ എന്ന് ഒന്നുകൂടെ എടുത്ത് നോക്കും. പക്ഷെ പണ്ട് 10ാം ക്ലാസ്സില് പബ്ലിക് എക്സാമിന്റെ മാർക്ക് വന്നപ്പോൾ നിങ്ങളുടെ ആണോ നോക്കിയായിരുന്നു അന്നും. അന്നേരം മാർക്ക് കൂടിയപ്പോൾ നോക്കിയത് ഇത്രയൊക്കെ മാർക്ക് എനിക്ക് കിട്ടുമായിരുന്നു, ഇത്ര A+ എനിക്ക് കിട്ടുമോ, ഭയങ്കര സന്തോഷം. നേരെ തിരിഞ്ഞു, അതിന്റെ പ്ലേറ്റ് തിരിച്ചു അല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കിട്ടിയ ഇപ്പോഴത്തെ മാർക്ക് വെച്ച് നോക്കുമ്പോൾ ക്വസ്റ്റ്യൻ ടഫായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. രണ്ടാമത് നിങ്ങൾക്ക് എഴുതിയിട്ടൊന്ന് മാർക്ക് കൊണ്ട്, കാരണം വന്ന ക്വസ്റ്റ്യൻ പോലും ഇത്തിരി ടെക്സ്റ്റ് ബുക്കിലാണെങ്കിൽ പോലും ടഫായിട്ടുള്ളതിനെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈസി ലെവലൊക്കെ കുറച്ചുണ്ട്, അതുപോലെയല്ലോ നമുക്ക് നല്ല മാർക്ക് കിട്ടേണ്ടവർക്ക് ഈസി ലെവലിൽ മാത്രം വെച്ചുകൊണ്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്തായാലും എനിക്ക് ചെറിയൊരു കാര്യമായിരുന്നു നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിനോടൊന്ന് പറയാനുള്ളത്. നിങ്ങൾക്കും ഇത് ശരിയാണെന്ന് തോന്നിയാൽ മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, എക്സാമിനെ കുറിച്ച്, എക്സാം പാറ്റേണിനെ കുറിച്ച് ഒരു വ്യക്തമായിട്ടുള്ള സൂചന നൽകിയാൽ കുട്ടികൾക്ക് പഠിച്ചു തുടങ്ങാമായിരുന്നു. അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. നന്നായിട്ട് എന്തായാലും പഠിക്കുക. ഇതിന്റെ ഞാൻ ഈ പറഞ്ഞതിന്റെ എന്തെങ്കിലും ഒരു റിയാക്ഷൻ കിട്ടിയാൽ നന്നായിരുന്നു. അപ്പൊ നന്നായിട്ട് ഞാൻ പഠിക്കാൻ പറഞ്ഞതിന്റെ കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഈ ഇപ്പോഴത്തെ ഈ 2 വർഷത്തിന് മുമ്പ് വരെയുള്ള രീതിയിൽ കൂടെ പഠിച്ചു വന്നാൽ നമുക്ക് വലിയ മുന്നേറ്റത്തിനുള്ള സാധ്യത കുറവാണ്. കാരണം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസുകൾ ഒത്തിരിയാണ്. വളരെ റെയർ ആയിട്ടായിരുന്നു മാറ്റം എന്ന ക്വസ്റ്റ്യൻ. ഇപ്പൊ 1-2 വർഷമായിട്ട് ഇച്ചിരി മാറ്റം വന്നിട്ടുണ്ട് അതിലൊക്കെ. പക്ഷെ അങ്ങനെ പഠിച്ചെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഹയർ സ്റ്റഡീസിനും നന്നായിട്ടൊക്കെ പോകാൻ പറ്റുള്ളൂ. അതുകൂടെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ എന്തായാലും നമ്മൾ പറഞ്ഞ കാര്യം മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക. ഗുഡ് ബൈ.